ഓം നമ ശിവായ നമ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് സാറിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ അയാളേനെ എനിക്ക് മുന്നേ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ അയാളൊരു കൂട്ടുകാരുണ്ടല്ലോ, കലാഭവൻ മണി, അദ്ദേഹത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ സിനിമാ മേഖലയിലുള്ള ഒരാൾ കൂടിയാണല്ലോ ഞാനും. അപ്പോൾ എനിക്ക് മുന്നേ അറിയാമായിരുന്നു അയാളെ കുറ്റവിമുക്തനാക്കുന്നു. ഞാൻ ആ വഴിക്ക് അയാളെ പറ്റിയിട്ട് ഒരുപാട് നടികളടക്കം, ചെറിയ ചെറിയ നടികളൊന്നും അയാളുടെ അത്ര അറിവില്ലാത്ത ആളുകൾ അയാളെ കുറ്റപ്പെടുത്തുമ്പോഴും അയാളുടെ ഭാഗത്ത് തന്നെയായിരുന്നു ഞാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാണല്ലോ നീതിന്യായ വ്യവസ്ഥകളൊക്കെ. പിന്നെ അവരൊക്കെ സെലിബ്രിറ്റീസ് അല്ലേ, ഇപ്പോൾ എല്ലാവരോടും വർത്തമാനം പറയാനും പുറത്തേക്ക് ഇറങ്ങാനും കുടുംബകാര്യങ്ങളൊന്നും സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അവർക്ക് അവരുടേതായ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വന്നത്, എനിക്ക് പേഴ്സണലായിട്ട് അദ്ദേഹത്തെ അറിയില്ല, പക്ഷേ ഒരു നടനെന്ന നിലയിൽ ഏത് മേഖലയിലും ഏത് കഥാപാത്രത്തിലും തിളങ്ങുന്ന ആളാണ്. പിന്നെ പൊതുവെ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ്. കൂടുതൽ അദ്ദേഹത്തിൻ്റെ ആരാധകർ സ്ത്രീകളാണെന്ന് തോന്നുന്നു. ദിലീപിനെ, പിന്നെ പണ്ട് ജയസൂര്യ ഒരു കാര്യത്തിൽ പറഞ്ഞ മാതിരി ദിലീപേ തന്നെയല്ലേ വിളിക്കുക നമ്മൾ. പിന്നെ എടുത്ത് കാണുമ്പോഴല്ലേ ദിലീപ് സാറെ അല്ലെങ്കിൽ ദിലീപ് ഏട്ടാന്നൊക്കെ വിളിക്കുക. അപ്പോൾ അത് സിനിമാ നടന്മാരെ എത്ര വയസ്സിൽ മൂത്തതാണെങ്കിലും അങ്ങനെ വിളിച്ച് നമുക്ക് ചോടായി. അതാണ് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വളരെ അധികം സന്തോഷമുള്ളൊരു വാർത്തയാണ്. കാരണം ഞാൻ സിനിമ പൊതുവേ അങ്ങനെ തിയേറ്ററിൽ പോയി കാണലൊന്നുമില്ല. കൂട്ടുകാരുടെ ഒപ്പം കുറേ മുന്നേ പോയതാണ്. അതിൽ അങ്ങനെ കൂട്ടുകൂടിയൊന്നും പോകല്ല. 2-3 ആളൊക്കെ ആയിട്ട് പോവും. അവസാനം പോയി കണ്ട സിനിമ ഏഴാമറിവറ്റാണെന്ന് എൻ്റെ ഒരു തോന്നൽ, സൂര്യയുടെ സിനിമ. അതിന് ശേഷം ഞാൻ ടാക്കീസിൽ പോയിട്ടില്ല. അത് ഇറങ്ങിയ ടൈമിൽ കണ്ടതാണ്. അതിന് ശേഷം ഞാൻ ടാക്കീസിൽ പോയിട്ടുമില്ല. വീട്ടിൽ പിന്നെ TV ഒന്നുമില്ല, നമ്മൾ മൊബൈലിലാണല്ലോ ഇപ്പോൾ, അതിലൂടെ അറിയും. പിന്നെ അതേമാതിരി ആ പാർവതി, അയാളുടെ മകളേനെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മേഖലയൊക്കെ അയാളുടെ ഭാര്യ മഞ്ജു വാര്യർ, ആ കാര്യങ്ങളൊക്കെ അയമ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. പിന്നെ ആ പെൺകുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ആലോചിക്കും. ആളുകളിങ്ങനെ ശരമുന ഇങ്ങനെ ഏൽപ്പിക്കുമ്പോഴും ഒരു മനുഷ്യനല്ലേ അല്ലേ, എത്ര വെച്ചിട്ട് അപ്പോൾ ഇത് വാങ്ങത്തില്ല, നല്ലത് ഒരാളെ കൊല്ലല്ലേ. അതാ അപ്പോൾ സിനിമാ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ഒരു നടികർ മേഖലയാണല്ലോ, അറിയാലോ. അപ്പോൾ അതിൽ പലതും ഒളിപ്പിക്കേണ്ടി വരും, പലതും പുറത്ത് പറയേണ്ടി വരും. ഒരു ബിസിനസ് തന്നെയാണല്ലോ, വ്യാവസായിക അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ സിനിമ. അല്ലാതെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ കിട്ടണ്ടേ. അങ്ങനെയാണല്ലോ, പണം ഉണ്ടെങ്കിലല്ലേ നമുക്ക് ക്രയവിക്രയങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഗണേശ്വരായ നമ. എന്തായാലും ആൾ ഉഷാറായിട്ട് വരും. പുതിയ പടങ്ങളൊക്കെ വന്നിട്ട് കാണട്ടെ. ഞാൻ പഴയ പടങ്ങളാണ് മൊബൈലിൽ അധികം കാണൽ, പഴയ ചിത്രങ്ങൾ. അതിൽ തെരഞ്ഞു പിടിച്ച് ദിലീപ് സാറിൻ്റെ പടങ്ങൾ, അതല്ലെങ്കിൽ കലാഭവൻ മണി കോമഡി, അതിൽ ആളുണ്ടാവുമല്ലോ. അതിനിടയ്ക്ക് ഓരോരുത്തർ കുഴഞ്ഞ് വീണ് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ പകുതി വഴിക്കൽ. അതൊന്നും ആരും അറിയണില്ല. ആരും ശ്രദ്ധിക്കേണ്ടവർ ശ്രദ്ധിക്കും. നവാസ് എന്ന് എന്തോ അയാളുടെ പേരുണ്ടായിരുന്നല്ലോ, ഒരു നവാസാണോ എന്ന് എനിക്കറിയില്ല. ഒരു മുസ്ലിം സഹോദരൻ, അതായത് ഒരു കൊമേഡിയനായിട്ട് തിളങ്ങിയ ഒരാൾ. അത് ഇതേമാതിരി പെട്ടെന്നൊരു ഹൃദയാഘാതം എന്തോ വന്നിട്ട് മരണപ്പെട്ടല്ലോ. അപ്പോൾ അവരൊക്കെ മരിക്കണതിൻ്റെ തലേ ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു 2-3 ദിവസം മുന്നേ നമ്മളെ പോലുള്ള ആളുകളൊക്കെ അറിയണമൊക്കെ ഉണ്ട്. പക്ഷേ ഇത് എല്ലാതും അറിയുമ്പോൾ നമ്മളത് കണ്ണ് ചിമ്പ്, അവിടേക്ക് ശ്രദ്ധിക്കലില്ല. അപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ആരെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ക്ലിയറാക്കി കൊടുക്കുക. അതിനിപ്പോൾ അവർ പ്രത്യേകിച്ചിട്ടൊന്നും തരേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോൾ എവിടെയാണെങ്കിലും മനുഷ്യന്മാരല്ല, അവിടെ ഇരുന്ന് വിചാരിച്ചാൽ മതിയല്ലോ. ഒരു മനസ്സുണ്ടല്ലോ ഒരാളുകൾക്ക്. അപ്പോൾ സിനിമ കാണുമ്പോൾ നമ്മൾ സിനിമ കാണുക, അത് ആസ്വദിക്കുക. അത് കഴിഞ്ഞാൽ അതല്ല ജീവിതം. ജീവിതം വേറെ, അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ കാവ്യമാധവനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായില്ലേ?
കാരണം ഞാനൊരു ബസ് യാത്രയിൽ ഈ ദിലീപിൻ്റെയും കാവ്യ മാധവൻ്റെയും ഇനി അതുകൂടിയാണ് തുറന്നു പറയാമല്ലോ. ബസ് യാത്രയിൽ ഇരിക്കണമ്പോൾ ചെറിയ കുട്ടിയാകുമ്പോൾ ഇവരുടെ ഡൈവോഴ്സ് കേസ് നടക്കുകയാണ്. മഞ്ജു വാര്യരുടെ മഞ്ജു വാര്യരുടെ അതന്നെ തോന്നുന്നു. ഡൈവോഴ്സ് കേസ് നടക്കുമ്പോൾ ഞാനൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് തെറ്റിയതാണോ അതോ ആ വക്കീലിന് തെറ്റിയതാണെന്ന് അറിയില്ല. അയാൾ ഫോണിൽ പൊതുവേദിയാണല്ലോ ബസ്, ഫോണിൽ ഇങ്ങനെ ഉറക്കെ സംസാരിക്കേണ്ടത്. എന്തായാലും അയാൾക്ക് മാനസിക രോഗമൊന്നുമില്ല, ഒരു വക്കീൽ അഡ്വക്കേറ്റാണ്, അത് മനസ്സിലായി. അന്നൊക്കെ നമ്മൾ ഒരു അതിൽ പോകും. അപ്പോൾ അയാളിങ്ങനെ സംസാരിക്കുന്നുണ്ട്. അത് നമ്മളത്ര ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ ചെറിയ കുട്ടിയല്ലേ. അപ്പോൾ അത് മുതലേ നമ്മളതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഒരാളുടെ സ്വകാര്യതയൊക്കെ നോക്കാനാണല്ലോ കുടുംബ കോടതികൾ. അപ്പോൾ എന്തായാലും സന്തോഷം, നന്ദി, നമസ്കാരം. ഉഷാറാവട്ടെ, പുതിയ സിനിമകൾ മറ്റ ആളുകൾ കാണട്ടെ, വെറുക്കാതിരിക്കട്ടെ, അതല്ലേ വേണ്ടത് മേഖലയിൽ. നമ്മൾ ഏത് മേഖലയിലാണെങ്കിലും അവിടെ വെറുക്കാതെ ക്ലച്ച് പിടിക്കണമല്ലോ. അങ്ങനെയാണല്ലോ അതിൻ്റെ കണക്ക്.